പാലക്കാട് തിരഞ്ഞെടുപ്പ് നടത്താതെ തന്നെ BJP ജയിക്കും, അത്ര കോൺഫിഡൻസ് ഉണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം വീണ്ടും അകത്തേക്കാണ്, അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ എന്തായാലും റിമാൻഡിൽ പോവുകയോ ജയിലിനകത്തേക്കാവോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. എത്ര കേസ് ഉള്ളത് കൊണ്ട് ഇത് ഏത് കേസിലാണ് എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ബാംഗ്ലൂർ പരാതി കൊടുത്ത പെൺകുട്ടിയാണ് ഇപ്പോൾ ആ ഒരു തെളിവുകൾ നിരത്തി രാഹുലിന് അടപടലം പൂട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. BJPയുടെ ഒരു സാധ്യത എങ്ങനെയായിരിക്കും പാലക്കാട്? BJP MLA ഉണ്ടാവും. കാരണം BJPക്ക് MLA ഉണ്ടാവുന്നതിന് ആദ്യം സാധ്യത ഇനിയും പാലക്കാട്ട് നിന്നാവും. കാരണം പാലക്കാട് അവിടെ ഒരു ഷുവർ സീറ്റ് ആയിരുന്നല്ലോ. കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന് ശേഷം A ക്ലാസ് സീറ്റിലേക്ക് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് BJPക്ക് അകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് BJP അവിടെ തോറ്റുപോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതായത് അവിടെ ഈ പറയുന്നതുപോലെ ഭൂരിപക്ഷ അല്ലെങ്കിൽ ധ്രുവീകരണം ഉണ്ടായപ്പോൾ ഈ പറയുന്ന പോലെ ഏതാണ്ട് 40,000-40,000 വോട്ട് മുസ്ലിം വോട്ടുകൾ ഉണ്ട് അവിടെ. ബാക്കി ഹിന്ദു വോട്ടുകളാണ്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അവിടെ നടക്കാതെ പോയി. ആ നടക്കാതെ പോയതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നം, അതായത് അതിനകത്ത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ BJPക്ക് അകത്തുള്ള പ്രശ്നം BJP തന്നെയാണ്. BJP പല സീറ്റുകളിലും അല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളിലും ജയിക്കാതെ പോകുന്നത് എൻ്റെ ഭാഗം നിൽക്കുന്ന നേതാവല്ലാത്തതുകൊണ്ട് ജയിപ്പിക്കേണ്ട, അതായത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മത്സരം ഉടലെടുക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ളിടത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷേ തോറ്റുപോയതിനപ്പുറം ഇത്രയും ഭൂരിപക്ഷത്തിൽ UDFന് ഒരു MLA ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാലക്കാട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പുറകിലാണ് CPM. പാലക്കാട് CPM ഇല്ലെന്നല്ല, നേരത്തെ അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ CPM വളരെ പുറകിലാണ്. 1-2 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് മത്സരം കഴിഞ്ഞ് പറയാൻ ഒക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള, അല്ലെങ്കിൽ കോൺഗ്രസും ഒരുപക്ഷെ BJPയുമായിട്ട് തുലാതുലം അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റുന്ന അത്രയ്ക്കിൽ BJP സാന്നിധ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പാലക്കാട്. അപ്പോൾ ഇപ്പം അവിടുത്തെ ഒരു അവസ്ഥ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾക്കെതിരെ വന്ന ലൈംഗിക ആരോപണം എത്ര മറയ്ക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴും എത്ര പുറത്താക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴും ഈ പറയുന്നിടത്ത് ഇപ്പോഴും ജനം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്ന അത് തന്നെയാണ് ശരിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ കോൺഗ്രസ് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ രാഹുൽ മാങ്കൂട്ടം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമ്പോൾ പുറത്താക്കി നിൽക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം അടുത്ത പ്രാവശ്യം വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥി ആകുന്നതിന് വേണ്ടി സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിഴല് പോലെ നിർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പേരിന് വേണ്ടി നിർത്തി രാഹുലിനെ തന്നെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടിയുള്ള സാധ്യതയൊക്കെ ആരായുന്ന സമയത്താണ് ഇപ്പോൾ രാഹുലിനെതിരെ മൂന്നാമത് വന്നിരിക്കുന്ന ഒരു പരാതി. അതായത് രാഹുൽ പലവട്ടം ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ പരാതിയുടെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ എല്ലാ തെളിവുകളും ഹാജരാക്കി അല്ലെങ്കിൽ എവിഡൻസുകളും ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി, അല്ലെങ്കിൽ ആ പരാതിയുടെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതായത് ഗർഭിണിയാക്കിയെന്ന ആരോപണമല്ല, ഗർഭചിത്രം നടത്തിയ സമയത്ത് ആ പെൺകുട്ടി അത് രാഹുലിൻ്റെതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് നാളെ കാലത്തെ ആവശ്യമായി വന്നു. അതായത് രാഹുൽ കാണിച്ച ചതി മനസ്സിലാക്കി രാഹുൽ രക്ഷപ്പെടേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഗർഭചിത്രം നടത്തിയെങ്കിലും അതിൻ്റെ DNA ഉൾപ്പെടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ആരോപണം ശരിയെന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം അവിടെ ഇനിയും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഞാനീ പറഞ്ഞാൽ, കോൺഗ്രസിന് ആരെയും മത്സരിപ്പിച്ചാലും കോൺഗ്രസിന് എന്തു പറഞ്ഞ് മത്സരിക്കും? കോൺഗ്രസിന് അവിടെ മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോൺഗ്രസിന് മത്സരിച്ചേ മതിയാവും ആ സ്ഥാനത്ത്. അതുപോലെ കോൺഗ്രസിന് ഇപ്പം അവിടെ മത്സരിപ്പിക്കാൻ, ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആകെ ഉള്ളത് ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ഷാഫി പറമ്പിലിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു MP, ഇപ്പം മൊത്തത്തിലൊരു പ്രശ്നം എന്ന് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ എത്താൻ പറഞ്ഞില്ല, ഒരു MP മത്സരിക്കേണ്ട, ആ കീഴ്വഴക്കം വേണ്ട, MP രാജിവെച്ചിട്ട് MLA മത്സരിക്കുന്ന കീഴ്വഴക്കം വേണ്ട, അങ്ങനെ ഉണ്ടാവേണ്ട. വേറെ ആൾക്കാർ ഇവിടെ മത്സരിക്കാനുണ്ടല്ലോ, ജയിപ്പിക്കാൻ കഴിയുന്ന രീതി അല്ലെങ്കിൽ ജയിച്ചു വരാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ആ MP കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നാൽ അവിടെ ഒരുപക്ഷെ മത്സരിപ്പിക്കാം. സാർ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പൊ കോൺഗ്രസ് മൊത്തത്തിൽ ചോദ്യം ചെയ്യപ്പെടണ്ടേ? കോൺഗ്രസിലെ തലപ്പത്തിരിക്കുന്നവരടക്കം. കാരണം ഈ രാഹുൽ മാങ്കൂട്ട വിഷയം തുടക്കം മുതൽ VD സതീശൻ അറിയാം, ഷാഫി പറമ്പലിനറിയാം, പല നേതാക്കന്മാർക്കും അറിയാം. ഇവരൊക്കെ കണ്ണടച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇത്രയും സ്ത്രീകൾ ഇങ്ങനെ പീഡനത്തിനിരയായത്? അപ്പൊ പിന്നെ കോൺഗ്രസിന് രാഹുലിനെ തള്ളിപ്പറയാൻ എന്താണ് യോഗ്യത?
അല്ല, അതൊരു പക്ഷേ കോൺഗ്രസിന് ക്ഷീണം വരുമെന്ന് കണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴാണ് ശരി അങ്ങനെയുള്ള ആളിനെ സംരക്ഷിച്ചു പോകും. അങ്ങനെ സംരക്ഷിച്ചു പോയൊരവസ്ഥയാണോ ഉണ്ടായത്. ആദ്യത്തെ പ്രാവശ്യം ആരോപണം വന്നപ്പോൾ ആ ആരോപണം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒരു ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകർ, അതിന്റെ കൂടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു പറഞ്ഞിട്ടാണല്ലോ ആരോപണം വന്നേ. ആദ്യത്തെ ആരോപണം വരുന്നത് തന്നെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ ആ ആരോപണത്തിന്റെ പിറകിൽ ഈ പറയുന്ന രാഹുൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ആരോപണം അല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ശബ്ദ സന്ദേശം വരുമ്പോൾ രാഹുലിന് പറയാൻ പറ്റുന്നത് എൻ്റെ അല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം, അങ്ങനെ പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നു. പരാതിക്കാരി പ്രത്യക്ഷത്തിലില്ല, പക്ഷെ പിന്നെ വന്ന പരാതിക്കാരൊക്കെ പ്രത്യക്ഷത്തിൽ വരുന്നു. ആ പരാതിയൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ നിയമവിദഗ്ധരൊക്കെ പറയുമ്പോൾ അതിനകത്ത് പരാതി അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയാണ് രാഹുലിന് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ കോടതി 2 കേസിനകത്തും ജാമ്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, അല്ലെങ്കിൽ രാഹുലിന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കും ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കും ഒരു പഴുത് ഇതിന്റെ പുറകിൽ ആളുണ്ട്, പ്രതിപക്ഷമുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഉള്ള ലൂപ്പ് ഹോളുകൾ എല്ലാം അടച്ചതിന് ശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കോൺഗ്രസ് രക്ഷപ്പെടുത്തുന്നതാണ്. കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പലവട്ടം കോൺഗ്രസ് ശ്രമിച്ചു. സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വാർത്തകളും തെളിവുകളും പരാതികളും ഘോഷയാത്രയായിട്ട് വന്നപ്പോൾ ഏറ്റവും അവസാനം ഈ പരാതി നമ്മൾ പ്രത്യക്ഷത്തിൽ പോലീസിന്റെ അകത്ത് വന്നില്ലെങ്കിൽ പോലും ഈ കോൺഗ്രസിന്റെ MP-മാരുടെ മക്കളെ ഉൾപ്പെടെ, അറിയാമല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നത്, ഒരു MP-യുടെ മകളെ ഉൾപ്പെടെ ഇതുപോലെ പീഡനത്തിന് വിധേയമാക്കി ഗർഭചിത്രം നടത്തി ആ കുട്ടിക്ക് ഒരു പക്ഷേ നമ്മൾ പറയത്തില്ലേ മാനസിക നില പോലും തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് രാഹുൽ ഇത്തരത്തിലാണെന്നുള്ള കാര്യം കോൺഗ്രസിനകത്ത് ബോധ്യമുള്ളതാണ്. ആ ബോധ്യമുള്ളപ്പോൾ തന്നെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് ഒരു പക്ഷേ രാഹുലിന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു പഴുതായിരുന്നു. പക്ഷെ ആ പഴുതുകൾ അടച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാലക്കാട് സീറ്റ് എന്തുകൊണ്ട് രാഹുൽ മത്സരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരാൾ വന്ന് മത്സരിച്ചാൽ എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞതുപോലെ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ MP സ്ഥാനം രാജിവെക്കണം. അത് MP സ്ഥാനം രാജിവെക്കുമ്പോൾ മറ്റു പലരും അതേ രീതിയിലേക്ക് MP സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വരും. മാത്രവുമല്ല ഷാഫി പരിചയപ്പെടുത്തിയ ആളാണ് മാങ്കൂട്ടം. ഷാഫി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ വീണ്ടും മത്സരിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന മാങ്കൂട്ടം ഇത്തരത്തിൽക്കാരനാണോ, നിങ്ങൾ അയാളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളെയാണോ ജനപ്രതിനിധിയാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് ശുപാർശ ചെയ്ത് അയാൾ ഈ കുറ്റം കണ്ട് വെളിയിൽ പോയപ്പോൾ വീണ്ടും നിങ്ങൾ വന്നിട്ട് ആ രീതിയിലേക്ക് കോൺഗ്രസ് ആകപ്പാലെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതിനകത്ത് മത്സരിച്ചാൽ ഇപ്പം ഈ ശരിക്കുമുള്ള മത്സരം മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിലാവും. കോൺഗ്രസ് അപ്രസക്തമാവും. കോൺഗ്രസ് അപ്രസക്തമാകുമ്പോൾ അതിനകത്ത് ജയിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഏതാണ്ട് വളരെ വലിയ മുന്നേറ്റത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന BJP-യാണ്. അപ്പോൾ BJP കൃത്യമായിട്ട് അവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി എത്തിയാൽ ഈ BJP 40 സീറ്റിലേക്ക് അല്ലെങ്കിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ളത് ആദ്യം ജയിക്കാൻ പറ്റുന്ന സീറ്റായിട്ട് പാലക്കാട് സീറ്റ് മാറും എന്ന് വേണം കരുതാൻ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ BJP ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അത് ഏകദേശം കേരളത്തിന് പുറത്ത് കൃത്യമായി അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇനി കേരളത്തിലും അത്തരം ഒരു നീക്കത്തിലേക്കാണ് CPM-ഉം BJP-യും ഒരു മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസ് തീരെ അപ്രസക്തമാകും എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വേണോ കണക്കാക്കാൻ? അല്ല, അപ്രസക്തമാകുന്ന വെച്ചാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന പാർട്ടി കേരളത്തിലും ഇല്ലായ്മയായി പോകും. കാരണം അവിടുത്തെ ഘടകകക്ഷികളെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ആകപ്പാടെ ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ഘടകകക്ഷി ഇല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ലേ ഉള്ളൂ. ബാക്കി RSP എന്ന് പറയുന്ന ഒറ്റ അറിയാലോ, ബേബി ജോണിന്റെ മോൻ, അത് ജയിക്കുന്ന. പിന്നെ ആരുണ്ട് ചത്തയെ നോക്കുമ്പോൾ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ജേക്കബ്, അദ്ദേഹത്തിന് പ്രായം കൊണ്ടാണ് അതേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഘടകകക്ഷികൾ പോലും ഇല്ല. ഘടകകക്ഷികൾ ആകപ്പാടെ ഉള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതാണ് കോൺഗ്രസിന്റെ ബലവും. ബാക്കിയുള്ള സീറ്റുകൾ 100 സീറ്റിലേക്ക് എത്തിച്ചേരും എന്ന് പറയുമ്പം ഈ അതിന്റെ ബലം എവിടുന്ന കിട്ടുന്നതെന്ന് അറിയാം. ഈ പറയുന്ന മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അതായത് ന്യൂനപക്ഷ ഏകീകരണം. അപ്പോൾ മുസ്ലിം ലീഗ് പോലും ഈ പ്രാവശ്യം UDF-ന് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ലെങ്കിൽ വേറെ ഓപ്ഷനിലേക്ക് പോകും. അതുകൊണ്ടാണ് 40 ജയിച്ചാൽ ഞങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമെന്ന് BJP പറയുന്നതിൻ്റെ കാര്യം. BJP നമ്മൾ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലൊന്നുമല്ല. BJPക്ക് ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കാം, ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയ പാരമ്പര്യമുണ്ട്. കാശ്മീരിൽ PDP-ആയിട്ട് സഖ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ് BJP. ഇവിടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറാകുന്നത് മുസ്ലിം ലീഗിന് ഫിക്സഡ് ഡിപ്പോസിറ്റ് MLA-മാർ 10-40 സീറ്റ് ഇവർക്ക് കിട്ടുമെങ്കിൽ അവർക്കുള്ള സീറ്റ് ഇടാകുമ്പോൾ അധികാരത്തിൽ വരാൻ പറ്റും.